നിങ്ങൾ തീരുമാനിച്ചിട്ട് ഇന്നെ വേദറിയണമെന്ന് പോയിട്ട് വേദറിയാണെന്ന് കഴിയൂല. നിങ്ങൾ എന്ത് പറയണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾ പറയന്നെയും. നിങ്ങളുടെ അടിത്തറ ഇളക്കിയിട്ട് ഈ സംഘം ഈ മഹത്തായ പോരാട്ടം അവസാനിപ്പിക്കും. ഇപ്പൊ കുരുവട്ടൂരീസ് എന്ന് പറഞ്ഞത് ബഹുമാനിച്ചറിഞ്ഞല്ല ചേറ്റെ പോടവിടുന്ന് അന്നം തിന്നണവർക്ക് തിരിങ്ങൾക്ക് മറുപടി ഇല്ലായിട്ടുള്ള ചരക്കലാണ്. ചെത്തല പട്ടികളെ നിങ്ങൾ കസാബീങ്ങളാണ്. ഇപ്പോൾ കുറച്ചായിട്ട് സോഷ്യൽ മീഡിയയിൽ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ ആദർശ മുന്നേറ്റം. എന്താണ് ഈ ആദർശ മുന്നേറ്റം കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ നിഷ്പക്ഷമായിട്ട് ചിന്തിച്ചു. അതുപോലെ തന്നെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഒരു വ്യക്തികൾക്ക് എന്തെങ്കിലും അവരുദ്ദേശിച്ച കാര്യം നടന്നിട്ടില്ലെങ്കിൽ അവരെ ആര് എതിർക്കുന്നുവോ അവരങ്ങോട്ട് ഉന്മൂലനം ചെയ്യുക. അത് ഏത് വിധത്തിലും, അവരെ ഇനി പേഴ്സണലി ആയാലും ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. ഇതിന് ഈ നൗഷാദ് ഹസനി എന്ന് പറയുന്ന ഈ വ്യക്തിയും ഈ തൊഴിയൂർ എന്ന് പറയുന്ന വേറൊരു വ്യക്തിയും കൂടിയിട്ട് ഓരോ സ്ഥലങ്ങളിൽ ഇവർ പർട്ടിക്കുലർ പ്ലേസ് ഇവർ സെലക്ട് ചെയ്തിട്ട് അവിടെയൊക്കെ ചെന്നിട്ട് ഇവർ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളൊക്കെ അങ്ങനെ കേൾക്കുമ്പോൾ ഇതിൻ്റെ ഈ ആദർശം മുന്നേറ്റം എന്താദർശമാണ് ഇവർ പറയുന്നതെന്ന് സ്വാഭാവികമായിട്ടും ഒരു സാധാരണ ജനം എന്നവർക്ക് നമ്മളത്ര വലിയ ബലമാരി പഠിച്ച് തലയെ കെട്ടി അന്യൻ്റെത് നാക്കിയിട്ട് അതിന് നന്ദികേട് കാണിക്കണ പരിപാടി ഇന്ന് വരെ ചെയ്തിട്ടില്ല. ആ ഒരു ബലത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഒരു സാധാരണ മനുഷ്യന് അവൻ്റെ തലച്ചോറുകൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാവുന്നത് എന്തൊക്കെയാണ് ഈ ചെങ്ങായിയൊക്കെ വിളിച്ച് പറയുന്നത്. എത്ര മോശപ്പെട്ട് ഓരോ ആളുകളെ പണ്ഡിതന്മാരെ തന്താന്നും അവൻ്റെ തന്ത എന്തൊക്കെ ഇവരൊക്കെ ഈ ഇപ്പോഴല്ലേ ഈ കുറേ ആളുകളെ തമ്മിൽ തല്ലിച്ച് എൻ്റെ നാട്ടിൽ വരെ ഈ നൗഷാദ് എന്ന് പറയുന്ന ഈ ചങ്ങായി വന്ന് തമ്മിൽ തല്ലിച്ചിട്ട് എൻ്റെ പേരിലടക്കം കേസുകളൊക്കെ ഉണ്ടായിരുന്നതാണ്. കാരണം ഇവനെയൊക്കെ നമ്മൾ അന്ന് അങ്ങനെ വിശ്വസിച്ച് പോയി. പക്ഷേ ഇപ്പോഴല്ലേ ഇവൻ കുറേ സമസ്തയിലെ വ്യത്യസ്തമായ സമയത്ത് APK എന്നല്ല, ഈ സമസ്തയിലെ കുറേ AP സുന്നികളെ കൂടെ നടന്ന് അത് കഴിഞ്ഞിട്ട് ഇതിന് ഇവിടെ ഒന്നും ചിലവാവില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ കുറേ EK സുന്നികളെ കൂടെ നടന്ന് പിന്നെ അതും ശരിയാവില്ല എന്ന് കണ്ടപ്പോൾ വേറെ എന്തോ കുറേ മുട്ടും പാട്ടും ഒക്കെ ആയിട്ട് ഇറങ്ങി. അപ്പം ഇവൻ്റെ നിലനിൽപ്പ് ഇവരൊക്കെ ഈ തലയിൽ കെട്ടി ഈ ഒരു കെട്ടിനെ സമൂഹത്തിൻ്റെ ഇടയിൽ ജാള്യതരാക്കരുത് എന്നാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾ എന്ത് വേണമെങ്കിൽ വിചാരിച്ചോളി, നമ്മളെ തൊള്ളയെന്ന് ഇനി വരുന്ന വാക്കുകൾ മര്യാദയ്ക്ക് അല്ലെങ്കിൽ പാച്ച തോന്നിവാസം ഇവനെക്കുറിച്ചൊക്കെ ഇഷ്ടം പോലെ പറയാണ്ട്. ഇവൻ്റെ പെങ്ങന്മാർ കുറേ ചെവുമ കിടക്കണോലാണെന്ന് പറഞ്ഞിട്ട് നാട്ടിൽ വന്ന് പിരിച്ചിനി ഓലക്ക് സ്ത്രീധനം കൊടുത്താലേ ഓലെ കെട്ടിച്ച് വിടുള്ളൂ, ഓൽക്ക് അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ പിരിവുകൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം പുറത്തു വരുന്ന ചില കാര്യങ്ങളാണ്. ഇവരൊക്കെ മുമ്പ് കാലത്ത് ഇവരൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മളൊക്കെ എന്ത് അർത്ഥത്തിലാണ് ഇവരൊക്കെ വിശ്വസിക്കേണ്ടതെന്ന് നമ്മൾക്ക് സാധാരണക്കാർക്ക് ഞങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് ഈ പറയുന്നത് ഇപ്പം ഈ ഒരു പബ്ലിക്കിൽ ഇതൊക്കെ കാണുമ്പോൾ വളരെ ഒരു വേദന തോന്നുകയാണ്. കാരണം ഇവരൊക്കെ വെച്ചാൽ ഇത്രയും ഈ പണ്ഡിതന്മാരെന്ന് പറഞ്ഞ ഒരു വിഭാഗം ഇത്രത്തോളം അതപ്പതിച്ച് പോകാൻ പാടുണ്ടോ ഒന്ന് ചിന്തിക്കണ്ടേ. നമ്മളൊന്നൊരു നിഷ്പക്ഷമായിട്ട് ചിന്തിച്ച് എന്ത് താട്ടെ അവരെ ആരെ പറയാം എന്ത് പറയുകയാണെങ്കിലും ഒരു പ്രതിപക്ഷ ബഹുമാനം എന്നുള്ളത് ഇപ്പം ഈ രാഷ്ട്രീയക്കാർ വരെ ഫോളോ ചെയ്യുന്നൊരു കാര്യമല്ലേ. അതുപോലും ഫോളോ ചെയ്യാതെ ഇത്രയും വൃത്തികെട്ട രീതിയിൽ ആദർശ സമ്മേളനം അല്ലെങ്കിൽ ആദർശ മുന്നേറ്റം ബോർഡിൽ എഴുതി വെക്കുന്നത് പച്ച തോന്നിവാസും നമീമത്തും ഏഷണിയും പറയല്ലേ വിലപ്പണികൾ. ഇതിനൊക്കെ മറുപടി പറയേണ്ടത് പണ്ഡിതന്മാരല്ല, നമ്മളെപ്പോലത്തെ സാധാരണ ആൾക്കാർ പറയും. നല്ല പച്ച തെറി പറയാൻ അറിയാതെ നമുക്ക് അറിയിട്ടല്ല ഇങ്ങനെയുള്ള ഈ തമ്മാടിത്തരം തരുന്നത്. ഇത് കാലം കുറേ നമ്മളിതൊക്കെ കേൾക്കണേ. എന്നിട്ട് ഇബലാണ് ഔലിയാക്കന്മാർ ഓലാണ് ലോകം നിയന്ത്രിക്കുന്ന ആൾക്കാർ ഒക്കെ പറഞ്ഞാൽ കുറച്ച് കയറിപ്പോവും. വെറുതെ നിങ്ങളെപ്പോലത്തെ ഈ കള്ളന്മാരെയൊക്കെ സമൂഹം എറിഞ്ഞ് ഓടിക്കുന്ന സമയം വിദൂരമല്ല. നിങ്ങളൊക്കെ മനസ്സിലായിക്കോളി. നിങ്ങൾക്കൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു ഈ പബ്ലിക്കിൻ്റെ ഇടയിൽ. പൊതുവെ ജനങ്ങളൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഓനൊരു ഉസ്താദാണ് എന്നൊക്കെ ഉള്ളത്. ഈ ഒരു വിലയും നിലയും നിങ്ങളെപ്പോലത്തെ ആളുകൾ ഈ സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് ഇല്ലാതാക്കി. ഇപ്പം തന്നെ അധികം ആൾക്കാരും നമ്മളോടൊക്കെ പല ആൾക്കാരും ഇങ്ങനെ അഭിപ്രായപ്പെടാറുണ്ട്, ആരെ നമ്പിയാൽ ഇതുപോലത്തെ ജാഹിലീങ്ങളെ നമ്പരുത് എന്നുള്ള അവസ്ഥയിലെത്തിക്കും. ഇതൊക്കെ നമ്മളെ കൊണ്ട് പറയിപ്പിച്ചത് നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന പല പോക്കിരിത്തരം കൊണ്ടാണ്. നമ്മളൊക്കെ പറഞ്ഞു എൻ്റെ നാട്ടിൽ ഈ നൗഷാദ് പറയുന്ന വ്യക്തിയെ ഇതേമാതിരി ഒരു പരിപാടിക്ക് വന്നു. അങ്ങനെ പരിപാടിക്ക് വന്നിട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇവർക്ക് ഈ അണ്ണാക്ക് മുന്നോളം ഞണ്ണും വേണം, കീശ നിറച്ച് പൈസയും കൊടുക്കണം. അപ്പം ഈ സമയത്ത് അണ്ണാക്ക് മുട്ടാനായപ്പം ഏമ്പൊക്കെ ഇട്ടിട്ട് പറയാണ് ഇനി ഒരു പരിപാടി വെച്ചാൽ നമുക്ക് എന്തായാലും മറുപടി വെക്കണം.
എന്നാലല്ല ഈ നായ്ക്കൊക്കെ എന്ത് പിന്നെ വന്നിട്ട് അടുത്തത് ഒലത്താൻ കഴിയുള്ളൂ. ഇവിടെ വിഷം തോന്നിവാസം ഛർദ്ദിച്ച് ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ കഴിയുള്ളൂ. എന്നാലല്ലേ ഇവൻ്റെ കീശയ്ക്ക് വല്ലതും വരുള്ളൂ, ഇവൻ്റെ അണ്ണാക്കിക്ക് വല്ലതും ചെല്ലുള്ളൂ. ഇതൊക്കെ പറയേണ്ടി വന്നതിൽ വളരെ ഖേദമുണ്ട്. കാരണം ഇത് കുറേ ആയി നമ്മളിതൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, മിണ്ടാണ്ടിരിക്കുകയാണ് കുറേയൊക്കെ. ജനങ്ങൾ, സാധാരണ ജനങ്ങൾ ഇതിന് ഇറങ്ങി അവിടെ സംസാരിക്കൽ ഇറങ്ങിയിട്ട് നാലങ്ങോട്ട് പറച്ചിൽ തുടങ്ങി ഞങ്ങളൊക്കെ തന്നെത്താലെ നിർത്തിയിട്ട് പോകും. ഇതൊന്നും ആർക്കും അറിയിട്ടില്ല. ഇപ്പം അതിനൊരു തെളിവാണ്. ഇപ്പം പിന്നെ ഇവിടെ ഉള്ള ഒരു പിന്നെ സമസ്തൻ്റെ ഒരു ഉസ്താദിൻ്റെ ഒരു പ്രസംഗം ഞാൻ കേട്ട്, അവരെ ഇവർ കോണ്ടാക്ട് ചെയ്തിടുന്ന് ഞങ്ങളെ വെല്ലുവിളിക്കണം എന്ന്. എങ്ങനെയുണ്ട്? അപ്പം നമ്മൾ പബ്ലിക് ജനങ്ങളെന്തായി ഈ എല്ല് വെള്ളമാക്കി പല പ്രവാസികൾ ഉണ്ടാക്കി കൊടുക്കുന്ന പൈസ നാക്കിയിട്ട് എല്ലിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് ഇവർക്കൊക്കെ ഈ പരിപാടി തുടങ്ങിയത്. ഓനെ വെല്ലുവിളിക്കണം. നിങ്ങൾ ഒരു ഈ രാഷ്ട്രീയക്കാരെ പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള പരിപാടികളാണ്. എന്നിട്ട് വെല്ലുവിളിപ്പിച്ചിട്ട് അപ്പം എന്താവും, ഏപ്പിക്കാരോ അല്ലെങ്കിൽ മറ്റവർക്ക് പരിപാടി വെക്കാൻ നിർബന്ധത്തിന് അപ്പം തന്നെ ക്ഷണിക്കും. ഇത് ഈ ഒരു സംഘടന ഇവൻ്റെ ഈ തട്ടിപ്പ്, ഇവരുടെ കുറച്ച് ആൾക്കാരുടെ തട്ടിപ്പ് ഒരു സംഘടന അത് അവരുടെ മുൻവിധിയാൽ പിടിക്കപ്പെട്ടിട്ട് ഇവനെ പുറത്താക്കിയുള്ള വൈരാഗ്യമാണ് ഇപ്പം ഈ പബ്ലിക്കിൽ സ്റ്റേജ് കെട്ടിയിട്ട് പ്രസംഗിച്ച് നടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം ഇവരുടെയൊക്കെ ഇവരൊക്കെ എന്ത് ദീൻ പഠിച്ചാണ്, ഇവരൊക്കെ എന്ത് ദീൻ പഠിപ്പിച്ചവരാണ്, ഇവരൊക്കെ ഈ തലയെക്കെട്ടി കെട്ടിയിട്ട് ഈ കയറി. കാരണം ഇതൊക്കെ ജനങ്ങൾ, കുട്ടികൾ, വളർന്നു വരുന്ന കുട്ടികൾ കാണുന്നില്ലേ? തമ്മാടികൾ എന്നേ ഇവരൊക്കെ പറയാൻ പറ്റുള്ളൂ. റസൂല് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ മണ്ണിൽ നിന്ന് പറഞ്ഞതാണ് അവസാന കാലം വരുമ്പോൾ ഇതുപോലത്തെ കുറച്ച് മുനാഫിക്കങ്ങൾ ഇറങ്ങുന്നുള്ളത്. അത് എത്ര സത്യമാണെന്ന് നമ്മളൊക്കെ ഇപ്പം ഇങ്ങനെ നമ്മളെ പോലത്തെ സാധാരണ ആൾക്കാർക്ക് ബോധ്യപ്പെടുകയാണ്. അത്രേ ഉള്ളൂ അതിനെക്കുറിച്ച് പറയാൻ. എങ്ങനുണ്ട്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.